തിരുപ്പിറവി പുനരാവിഷ്കരിച്ച് ഏനാമക്കൽ സെന്റ് ജോസഫ് ക്രിസ്തുമസ് ആഘോഷം നാടിന് ദൃശ്യവിരുന്നായി. ഏനാമാവ് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി തനിമ ചോരാതെ പുനരാവിഷ്കരിച്ച് ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ. ഭക്തിയും ആഘോഷവും ഒത്തുചേർന്ന വർണ്ണാഭമായ ചടങ്ങുകളോടെ സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷം അവിസ്മരണീയമായി. വഴികാട്ടിയായ നക്ഷത്രവിളക്കിന്റെ വെളിച്ചത്തിൽ ഉണ്ണിയേശുവിനെ സന്ദർശിക്കാനെത്തുന്ന ആട്ടിടയന്മാരും പൊന്നും മീറയും കുന്തിരിക്കവുമായി എത്തുന്ന രാജാക്കന്മാരും സ്കൂൾ അങ്കണത്തിൽ പുനർജനിച്ചപ്പോൾ അത് കാണികൾക്ക് വേറിട്ട അനുഭവമായി മാറി. മധുരം പങ്കിട്ട് പാട്ടും നൃത്തവുമായി കുട്ടികൾ. ആഘോഷങ്ങൾക്ക് മധുരമേകാൻ 50 കിലോയുടെ കൂറ്റൻ വൈറ്റ് ഫോറസ്റ്റ് ഐസ് കേക്കാണ് സ്കൂളിൽ ഒരുക്കിയത്. കേക്ക് മുറിച്ച് ക്ലാസ് മുറികളിൽ കൂട്ടുകാർ പരസ്പരം മധുരം പങ്കുവച്ചതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. സ്കൂൾ ബാൻഡ് വാദ്യത്തിന്റെ പ്രൗഢഗംഭീരമായ അകമ്പടിയോടെ കരോൾ ഗാനങ്ങൾ ആലപിച്ചെത്തിയ ക്രിസ്തുമസ് പാപ്പമാർ ക്ലാസ് മുറികളിലൂടെ സഞ്ചരിച്ച് ആശംസകൾ കൈമാറി. ക്രിസ്തുമസ് ട്രീയിൽ തൂക്കിയിട്ട കാർഡുകൾ പറിച്ചെടുത്ത് സമ്മാനങ്ങൾ വാരിക്കൂട്ടാൻ കുട്ടികൾ മത്സരിച്ചു. തുടർന്ന് പാപ്പമാർ ഒന്നിച്ചു ചേർന്ന് പ്രശസ്തമായ ബൂൺ താലെ ബ്യൂണനത്താലെ ഗാനത്തിനൊത്തു ചുവടുവെച്ചതോടെ ആഘോഷം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. സ്കൂൾ അങ്കണം അക്ഷരാർത്ഥത്തിൽ ആവേശക്കടലായി മാറുകയായിരുന്നു. സന്ദേശം നൽകി പ്രമുഖർ. ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുപുറം ക്രിസ്തുമസ് സന്ദേശം നൽകി. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ക്രിസ്തുമസ് നൽകുന്നത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. PTA പ്രസിഡന്റ് ജോസ് വാവേലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഫസ്റ്റ് അസിസ്റ്റന്റ് ജെസ്സി പോൾ, അധ്യാപകരായ ജോബി ജോൺ, KL സോഫി, PTA വൈസ് പ്രസിഡന്റ് ജോബി വടക്കൻ, മദർ PTA വൈസ് പ്രസിഡന്റ് റിഷ്മ രാജീവ് വെങ്കിടങ്ങ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കൺവീനർമാരായ KK ഷിജിമോൾ, CJ ജിസ്മി, ജോൺ ആന്റണി, കവിത മനോജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സംസാരിച്ചു. സമ്മാനദാനവും ഘോഷയാത്രയും. ക്രിസ്തുമസ് ആഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്രിസ്തുമസ് കാർഡ് നിർമ്മാണം, നക്ഷത്ര നിർമ്മാണം തുടങ്ങി വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്ത വർണ്ണാഭമായ ഘോഷയാത്രയോടെ ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് സമാപനമായി.